സിവിൽ എഞ്ചിനീയറിംഗിന് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ടോട്ടല് എവിടെ കിട്ടും? നെഹ്റു കോളേജില്. എടോ കുട്ടി, നെഹ്റു കോളേജിൽ ചോദിച്ചു, അപ്പൊ അവിടെ കിട്ടാൻ ചാൻസ് ഇല്ല പറഞ്ഞു. അപ്പൊ അഹല്യയില് കിട്ടും. എടോ കുട്ടി, നീ പോയി ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് സിവിൽ എഞ്ചിനീയറിംഗിന് ചേരും. കമ്പ്യൂട്ടർ സയൻസ് BSc-നെക്കാളും 10 മടങ്ങ് നല്ലതാണ് സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക്. ഇതൊന്നും ആരോടും ചോദിക്കാനില്ല, നേരിട്ട് പോയി ചേരന്റെ കുട്ടിയെ, എന്നിട്ട് എഞ്ചിനീയർ ആവുക. ഓക്കെ, അതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലേ. എവിടെ വേണമെങ്കിലും ആർക്കെങ്കിലും 2 പ്ലാൻ വരച്ചു കൊടുത്താലും വീട്ടിലിരുന്ന പൈസ കിട്ടും. കമ്പ്യൂട്ടർ സയൻസ് BSc പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്റെ കുട്ടിയെ IT ഫീൽഡിലേക്കൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ബിടെക്കും MTechും PhD ഒക്കെ ആയിട്ടിരിക്കണം. അതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ല. ഒറ്റക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വീട്ടിലിരുന്നിട്ട്? അപ്പൊ ധൈര്യത്തില് സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് കിട്ടിയ ഒരാള് അത് വേണ്ടാന്ന് വെച്ചിട്ട് BSc കമ്പ്യൂട്ടർ സയൻസിന് അതും സെൽഫ് ഫിനാൻസില് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തിട്ട് പോണ്ട ഒരു കാര്യമില്ല എന്റെ കുട്ടിയെ. ഡോക്ടർ, സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തിനാ നമുക്ക് എന്താണ് IT ഫീൽഡിലേക്കും പോകാൻ പറ്റുമോ? സിവിൽ എഞ്ചിനീയറിംഗ് അല്ല, ലോകത്തിൽ എന്ത് കുന്ത്രാണ്ടം പഠിച്ചാലും നാളെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് നന്നായിട്ട് അറിയും. അത് എക്സ്റ്റേണൽ ആയിട്ട് ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ ജോലി കിട്ടും. എല്ലാവരുടെയും ധാരണ ഏറ്റവും നല്ല ജോലി കമ്പ്യൂട്ടർ IT ഫീൽഡാണെന്നാണ്. ആ ധാരണ പൊട്ട തെറ്റാണെന്ന് ആദ്യം പറയട്ടെ. അത് നല്ലതാണ്, പക്ഷെ അതിനും ആൾക്കാർ വേണം. പക്ഷെ എല്ലാരും പ്രോഗ്രാമിംഗ് ആൾക്കാരായി കഴിഞ്ഞാൽ ലോകത്തിൽ ആരാ വീട് പണിയാ? ആരാ ഭക്ഷണം ഉണ്ടാക്കുക? കമ്പ്യൂട്ടർ തിന്നാൻ പറ്റുമോ? കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുമോ? പറ്റുമോ? എല്ലാം വേണ്ടേ? സിവിൽ എടുത്താൽ നീ ചുറ്റും കാണുന്ന എല്ലാ പണിക്കാരും സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലേ? വീട് പണിയാനും റോഡ് പണിയാനും ബ്രിഡ്ജ് പണിയാനും എല്ലാം സിവിൽ എഞ്ചിനീയറിംഗിന്റെ അല്ലേ ചുറ്റും കാണുന്നത്. സിവിലിയൻസിന് ആവശ്യമായ എല്ലാ പണിയുമാണ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇതോ PWD റോഡ് പണിയൊക്കെ ആരാ നോക്കുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത്? ആണോ അല്ലയോ? ഏറ്റവും കൂടുതൽ പിന്നെ സ്റ്റേറ്റിൽ കേരളത്തിൽ സ്വന്തം വീട്ടിനടുത്തൊക്കെ ജോലി കിട്ടാവുന്നത് PWD-കാർക്കല്ലേ? പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, അത് ഫുൾ സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലേ? നല്ല എഞ്ചിനീയർ ആവും പോയിട്ട്. ഓക്കെ, ഒരു സംശയവും വേണ്ട. ഓക്കെ എടോ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാനൊരു പാരഗ്രാഫ് എഴുതി അത് വീഡിയോ ഉണ്ടാക്കി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പറയാൻ പറ്റുന്നതാണോ? മനുഷ്യന്മാരോട് മുമ്പിൽ സംസാരിക്കാൻ റെഡിയാവണ്ടേ? അത് ചെയ്തുവോ? ഞാൻ തന്ന അസൈൻമെന്റ് ചെയ്തില്ലല്ലോ. അത് ചെയ്യാദ്യം ധൈര്യത്തില്. ഓക്കെ, അതന്നെയാണ് സ്കില്ല്. ഇതൊക്കെയാണ് സ്കില്ലുകൾ. അതിനുള്ളതല്ലേ ചെയ്യിപ്പിക്കണേ. അതിൽ പങ്കെടുക്ക്. കുറെ 10 ചോദ്യങ്ങളായിട്ട് Gmeet-ൽ വാ. എന്നിട്ട് Gmeet-ൽ അന്യോന്യം ഡിസ്കസ് ചെയ്യാം. ആ സ്കില്ലൊക്കെയാ വേണ്ടത് നല്ല എഞ്ചിനീയർ ആവാൻ. എന്ത് എന്റെ കുട്ടിയെ 1000 പേര് എന്റെ വീഡിയോ കാണുമ്പോ അതിൽ 100 പേര് സംസാരിക്കണം എന്ന് വിചാരിച്ചാല് അതിൽ 10 പേരെ സംസാരിക്കുള്ളൂ. അതിലൊരാളാണ് ഈ ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന ആള്. അപ്പൊ മടി ഉണ്ടെന്നുള്ള ഭാവം ആദ്യം മാറ്റാം. മടിയൊന്നുമില്ല. മുഖം കാണിച്ച് Gmeet-ൽ നമുക്ക് ഒരു 10 ചോദ്യമായിട്ട് വാ. അതൊരു ശീലാവും. അപ്പൊ എന്നിട്ട് അത് ഇംഗ്ലീഷിൽ എഴുതി ഇംഗ്ലീഷിൽ പറയാൻ റെഡി ആയിട്ട് വാ. അങ്ങനെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നന്നാക്കാം. ഓക്കെ, അതുപോലെ ഞാൻ തന്നിട്ടുള്ള അസൈൻമെന്റ് വെച്ചിട്ട് അവനവനെ കുറിച്ചും അവന്റെ ആഗ്രഹങ്ങളും ശിക്ഷാജ്ഞാനം മെന്ററിങ്ങിനെ കുറിച്ചും
കുറേ ആൾക്കാർ വീഡിയോ പറഞ്ഞത് കാണുക. ആ, ആ. അതുപോലെ കാണാറുണ്ട് ഡോക്ടർ. അതുപോലെ എഴുതി അത് ഞാൻ കറക്റ്റ് ചെയ്ത് അയച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയും. ആ, ആ, എന്നിട്ട് എനിക്ക് അയച്ചതാ. ആ, ആ. ഒക്കെ മാറും. ഒരു 10 ദിവസം 18 ദിവസം മതി, മാറ്റിയെടുക്കാം. ഓക്കെ. ആ, ആ. ഡോക്ടർ, ഞാൻ നെഹ്റു കോളേജിൽ വിളിച്ച സമയത്ത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പറഞ്ഞിട്ട് ഒന്നുണ്ട്, പിന്നെ നോർമൽ സിവിൽ എഞ്ചിനീയറിംഗും ഉണ്ട്. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും നല്ലത്. കാരണം കമ്പ്യൂട്ടർ സയൻസ് പാരലലി പഠിക്കാൻ പറ്റും. ഓ, ഓ. ഓക്കെ. ഒന്ന്, നാളെ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ ഈ ഒരു എക്സ്ട്രാ വാലുള്ളത് കൊണ്ട് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റാണ്ടാവും. ഓ, ഓ. അപ്പോ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനൊക്കെ നമുക്ക് തനിയായിട്ട് പഠിക്കാൻ പറ്റില്ല അതൊക്കെ ഡോക്ടർ? ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അത് നേരെ രജിസ്റ്റർ ചെയ്യുക, ഈ നിമിഷം മുതൽ പഠിച്ചു തുടങ്ങുക. ആ, അതിന്റെ ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ഒന്ന് അതിന് പറഞ്ഞു തരുമോ ഡോക്ടർ? അതന്നെ പറഞ്ഞത്, ഓൺലൈൻ ഓപ്പൺ ഫ്രീ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിംഗ് അടിച്ചു നോക്കിയാൽ കുറേ വരും. അതിലൊക്കെ ജോയിൻ ചെയ്യാം ഫ്രീ ആയിട്ട്, പൈസ കൊടുക്കണ്ട. ഓൺലൈൻ ഓപ്പൺ ഫ്രീ കോഴ്സസ് അടിച്ചാൽ മതി. അതെ അതെ അതെ. ആദ്യം ഒരു ലാപ്ടോപ്പ് കരസ്ഥമാക്ക്. ഉണ്ടാ? ഇല്ല. അത് മേടിക്കുക ആദ്യം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, റൈറ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.